please. Train number 1665 Mangaluru Central Nagarkovil Veranad Express on platform number 2. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദീപാവലി സ്പെഷ്യലായിട്ട് ഞങ്ങൾ കൊല്ലൂർക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പം രാവിലെ തന്നെ ഒരു 4:30 ആകുമ്പം തൃക്കരിപ്പൂരിൽ നിന്ന് ഇറങ്ങി പയ്യന്നൂരിൽ നിന്ന് ഒരു 5-8 ട്രെയിനിൽ കയറി ഇപ്പം മംഗലാപുരം എത്തിയിട്ടുണ്ട്. സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. 6:30 ആകുമ്പോഴേക്ക് ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊല്ലൂർക്കുള്ള ബസ്സിൽ പോവും. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അത് നല്ല രസമില്ലേ, അത് കാണാൻ എടുക്കടാ. ഒരു ഓൾഡ് സ്റ്റൈല് ബിൽഡിംഗ് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ക്ലോക്ക് ടവറും പിന്നെ നമ്മുടെ ദേശീയ പതാക. ബസ് ഉണ്ട് കേട്ടോ കൊല്ലൂർക്കുള്ള. അതിൽ കയറാണ്. ഇപ്പോൾ 7:15 സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇഡ്ഡലിയും ടൊമാറ്റോ ചട്നി. അപ്പം അത് ഏതായാലും കുറച്ചൊരു ബ്രേക്ക് ടൈം ഉള്ളത് കാരണം കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടി സ്പെഷ്യൽ മിനി ഇഡ്ഡലി ഉണ്ടാക്കി അമ്മ. നല്ല തക്കാളീൻ്റെ ചട്നിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. കുറച്ച് പച്ചക്കറി കടകളും പൂക്കളുടെ മാർക്കറ്റും മാത്രമേ തുറന്നിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്കും നമ്മൾ മൂകാംബിക എത്തി കേട്ടോ. നമ്മൾ വേഗം തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലഗേജൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് നട അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം പോയി അമ്പലത്തിലൊക്കെ തൊഴുതു. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് വൈകുന്നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വൈകുന്നേരം സൗപർണിയയിലൊക്കെ കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് രണ്ടാമത് തൊഴണം. നമ്മൾ ഒരു 11:30 ആകുമ്പം ഇവിടെ എത്തിയിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരമുള്ള യാത്രയൊക്കെ കാരണം ഭയങ്കര ക്ഷീണമായി. വേഗം തന്നെ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ ഊണ് കഴിച്ചിട്ട് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് ബിസി ആയി പോയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സൗപർണികയിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് തൊഴാം. ഇപ്പൊ സൗപർണികയിലുള്ള കുളിയൊക്കെ കഴിഞ്ഞു. വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുങ്ങി കുളിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. സൗപർണികയുടെ തീരത്തൊക്കെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് നല്ലൊരു മാന്ത് കിട്ടിയതാണ് കാറിന്ന് ഇറങ്ങുന്ന സമയത്ത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കർണാടക ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ പ്രകാരം മൂകാംബിക അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കരുതെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ തൊഴിലൊക്കെ കഴിഞ്ഞു. ചെറിയ തിരക്കേ ഉള്ളായിരുന്നു. 6:30 ആകുമ്പോഴേക്ക് അമ്പലത്തിൽ പോയത് കാരണം വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നല്ല രീതിയിൽ തൊഴാൻ പറ്റി. ഇനി എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങണം. 2 നെയ്റോസ്റ്റും വലിയൊരു മസാല ദോശ. Korean.
അതിൻ്റെ ഇടയിൽ നമ്മളെ നാട്ടുകാരെ കാണാനിടയായിട്ടോ. ഈ പച്ച ബ്ലൗസ് സെറ്റ് മുണ്ട് കൊടുത്തവർ നമ്മളെ നാട്ടുകാരാണ്. അവർ മൂകാംബികയിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ വന്നതാണ് കേട്ടോ. നമ്മൾ മയൂര റെസിഡൻസിയിലാണ് കേട്ടോ താമസിച്ചത്. അത് മൂകാംബികയിലേക്ക് വരുന്ന എൻട്രൻസ് ഭാഗത്ത് തന്നെയാണ് ഉള്ളത്.